സ്കൂളിന്റെ പ്രതിനിധി ഇവിടെ പറയുന്നത് കേട്ടു, കുറെ പേര് വന്ന് അഭിനന്ദിച്ചു എന്ന്. ഒരു കാലത്ത് ഇപ്പൊ സതിക്കെതിരെ വലിയ തോതിൽ പ്രക്ഷോഭം ഉണ്ടായിരുന്ന കാലത്ത് സതിക്ക് അനുകൂലമായിട്ട് ഈ രാജ്യത്ത് കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. ശ്രീ സന്ധ്യമാർ, ഇപ്പോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്നു വരുന്ന ചർച്ചകൾ എന്ന് പറയുന്നത് വലിയ തോതിൽ നമുക്ക് ആശയവ്യക്തത നൽകുന്നതാണ്. എങ്ങനെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കപ്പെട്ടത്, എങ്ങനെയാണ് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും, നേരത്തെ പറഞ്ഞ ചാതുർവർണ്ണ വ്യവസ്ഥകൾക്കൊക്കെ അപ്പുറത്തേക്ക് എല്ലാ മനുഷ്യർക്കും വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം സ്വന്തമാക്കി നൽകാൻ കഴിഞ്ഞത് തുടങ്ങി ഒരുപാട് ചർച്ചകൾ ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് നമ്മൾ പോരാടി നേടിയത് ഈ വിദ്യാഭ്യാസം എന്നതടക്കമുള്ള അഭിമാന ബോധം കൂടി ഉണ്ടാവുകയാണ്. ശ്രീ പി എം മാഷ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പല കാര്യങ്ങളിൽ പിന്തിരിപ്പനാണ് എന്ന ഉറച്ച ബോധ്യം ഉണ്ടാവുന്ന സമയങ്ങളിൽ നമ്മളത് തിരുത്താൻ ശ്രമിച്ചിട്ടുള്ള നാടും നാട്ടുകാരും ഒക്കെയാണ്, സമൂഹവും ഒക്കെയാണ്. ആ നിലയ്ക്ക് തിരുത്തേണ്ട ഒന്നാണോ, അനാചാരം എന്ന നിലയ്ക്ക് തന്നെ കാണേണ്ട ഒന്നാണോ ഇത് എന്നുള്ളതിൽ കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞു ഇത് അനാചാരമാണ് എന്നുള്ളത്. ആ നിലയ്ക്ക് അതിനെ കാണാനും അതിനെ രാഷ്ട്രീയമായി ചേർക്കാനും കോൺഗ്രസിന് തീരുമാനമുണ്ടോ? നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ രാജ്യത്ത് സയന്റിഫിക് ടെമ്പർമെന്റ് അടിസ്ഥാനത്തിൽ ഈ രാജ്യം മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ച രാഷ്ട്രീയ പാർട്ടി. ഈ രാജ്യം സ്വതന്ത്രമായ ഉടനെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാകുന്നു. അദ്ദേഹത്തിന്റെ വിഷനായിരുന്നല്ലോ സയന്റിഫിക് ടെമ്പർമെന്റ് എന്ന് പറയുന്നത്. ഈ രാജ്യം ശാസ്ത്രാവബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം. അതിനുവേണ്ടി അദ്ദേഹം ഈ രാജ്യത്ത് വികസിപ്പിച്ചെടുത്തത് ഈ രാജ്യത്തെ ലോകം തന്നെ ഏറ്റവും ആദരവോടുകൂടി കാണുന്ന വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ലേ. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഹിന്ദു ഐക്യവേദിയിൽ ശ്രീ ആർ വി ബാബു പറഞ്ഞ കാര്യങ്ങളിൽ നിരവധിയായിട്ടുള്ള കോൺട്രഡിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ സ്കൂളുകളിൽ ലഹരി വളരുകയാണ്, അതല്ലെങ്കിൽ ഫ്രീ സെക്സ് വളരുകയാണ്. ഇപ്പോൾ ഏറ്റവും എളുപ്പം പറയാവുന്ന ഒരു ആർഗ്യുമെൻറ്റും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തും അതാണല്ലോ, ഫ്രീ സെക്സ് വളരുന്നു അല്ലെങ്കിൽ ലഹരി വളരുന്നു. ശരി, ഇനി അദ്ദേഹം പറഞ്ഞതിന് ഏത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നതെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ അധ്യാപകരുടെ അല്ലെങ്കിൽ മറ്റ് BJP ജില്ലാ സെക്രട്ടറിയുടെ പാദപൂജ ചെയ്താൽ എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ലഹരിയുടെ വ്യാപനവും ഫ്രീ സെക്സും തടയാൻ കഴിയുന്നത്? ഇതൊന്ന് പറയണം. രണ്ടാമത്തെ കാര്യം, ഞാൻ കണക്കെടുത്ത് പരിശോധിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി വ്യാപനമുള്ളത് BJP ഭരിക്കുന്ന ആദ്യത്തെ 10 സംസ്ഥാനങ്ങൾ കേരളമില്ല. അതിൽ 8 സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. 7 സംസ്ഥാനങ്ങളും 3 ഒന്ന് കാശ്മീരും ഒന്ന് പഞ്ചാബും ഒന്ന് ഹിമാചലുമാണ്. അപ്പോൾ 10-7 BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ലഹരി വ്യാപനമുള്ളത്. ഇദ്ദേഹം പറഞ്ഞ ഈ സാംസ്കാരിക ച്യുതി മുഴുവനുള്ളത് RSSന്റെയും BJPയുടെയും കോട്ടകളായി ദശാബ്ദങ്ങളായി വർത്തിക്കുന്ന ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ്, കേരളത്തിലല്ല. മാധു, ഞാനും ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകളൊക്കെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചവരാണല്ലോ. നമ്മൾ ആരെങ്കിലും നമ്മളെ പഠിപ്പിച്ച അധ്യാപകരാവണമെന്നില്ല. നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉണ്ടായിരുന്ന അധ്യാപകരെ കണ്ടാൽ പോലും ഞാൻ ഇന്നും മുണ്ടിൻ്റെ മടക്കി കുത്തഴിച്ചിരുന്ന ആളാണ്. ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയമാണെങ്കിൽ ഒരു അധ്യാപകനുണ്ടെങ്കിൽ എണീറ്റ് കൊടുക്കും, സീറ്റ് കൊടുക്കും. അതൊക്കെ നമ്മൾ പാദപൂജ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചാണോ? അല്ല. അപ്പോൾ ഈ കേരളത്തിൽ ഇല്ലാത്തൊരു ആചാരം കൊണ്ടുവന്നിട്ട് കേരളത്തിലെ കുട്ടികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RSSന്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഇൻഡോക്ട്രിനേഷനാണ് നടക്കുന്നത്. അതാണ് ഇവിടെ നടക്കുന്നത്. ഇനി അത് കേരളത്തിന്റെ ആചാരമാണ്, ഇന്ത്യയുടെ ആചാരമാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കണ്ട. അത്തരത്തിൽ അനാചാരങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ രാജ്യം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ സ്കൂളിന്റെ പ്രതിനിധി ഇവിടെ പറയുന്നത് കേട്ടു, കുറെ പേര് വന്ന് അഭിനന്ദിച്ചു എന്ന്. അപ്പോൾ ഒരു കാലത്ത് ഇപ്പോൾ സതിക്കെതിരെ വലിയ തോതിൽ പ്രക്ഷോഭം ഉണ്ടായിരുന്ന കാലത്ത് സതിക്ക് അനുകൂലമായിട്ട് ഈ രാജ്യത്ത് കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. പക്ഷെ സമൂഹത്തെ മാറ്റിയെടുക്കേണ്ട കടമ ഇവിടുത്തെ ചിന്തിക്കുന്ന സമൂഹത്തിനുണ്ട്, മാധ്യമങ്ങൾക്കുണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ ലോജിക്ക് ഉണ്ടോ? ഇപ്പൊ മാതൃഭൂമിയിൽ വിദ്യാരംഭം നടത്തുന്നില്ല എന്നുള്ളതാണ്. ജന്മഭൂമി നടത്തിക്കോട്ടെ, ജനത്തിൽ നടത്തിക്കോട്ടെ, പക്ഷെ വിദ്യാലയത്തിൽ നടത്തരുത്. അതല്ലേ പ്രശ്നമുള്ളൂ. ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്തിനാണ്? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹത്തോട് ഞാൻ കൃത്യമായിട്ട് ചോദിക്കുകയാണ്, ഈ വിദ്യാലയങ്ങളിലെ മൂല്യച്യുതിയുടെ അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് ഇത്തരത്തിൽ അനാചാരങ്ങൾ പഠിപ്പിക്കലാണോ? അതിന് പകരം വിദ്യാർത്ഥികളിൽ സയന്റിഫിക് ടെമ്പർമെന്റ് വളർത്തലാണോ? അവരിൽ ശാസ്ത്രാവബോധം വളർത്തലാണോ? ഈ ബഹുമാനം എന്ന് പറയുന്ന ബഹുമാനം എന്ന് പറയുന്നത്, ആദരവ് എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങേണ്ടതല്ല. ഇത്തരത്തിൽ കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ടതല്ല. മറിച്ച് സംവാദത്തിലൂടെ, പഠനത്തിലൂടെ അധ്യാപകർക്ക് മേലൊരു ആരാധന തോന്നണം. അത് ബഹുമാനവും അല്ലെങ്കിൽ ഇതുപോലത്തെ ആദരവും ഒക്കെ ആയി മാറണം. അതല്ലാതെ കുട്ടികൾക്ക് മുന്നിൽ കുറേ പേരെ കൊണ്ടുനിർത്തി അവർക്ക് ഇതിന് അർഹരാണോ എന്നുള്ളത് വേറെ കാര്യം. ഈ കൊണ്ടുവന്നിരുത്തിയ ആളുകളുടെ മുഴുവൻ അർഹത ആരാ നിശ്ചയിച്ചത്? അപ്പൊ അതുകൊണ്ടല്ലോ ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ എല്ലാം തികഞ്ഞ ആളുകളാണോ? അങ്ങനെ പറയാൻ സാധിക്കുമോ? അപ്പോൾ കുട്ടികൾക്ക് മുമ്പിൽ നിങ്ങൾ എന്ത് മാതൃകയാണ് വെക്കുന്നത്? ഇതുകൊണ്ട് കുട്ടികൾ എന്ത് ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ആത്മീയമായി പോലും ഈ കുട്ടികൾ പിന്നോട്ട് പോകും. കേരളത്തിൽ വാസ്തവത്തിൽ ഹിന്ദു വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആത്മാഭിമാനത്തെ ഇവർ തകർക്കുകയാണ്. ഹിന്ദുക്കളെ ശിലായുഗ കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഹിന്ദുക്കളെ സയന്റിഫിക് കമ്മ്യൂണിറ്റി ആയിട്ട് വളർത്തുകയാണ് ചെയ്യേണ്ടത്, മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടത്. അത് ചെയ്യാതെ ഇവർ ഹിന്ദുക്കളെ മുഴുവൻ പുറകോട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ്. അതിൽ നിന്നൊക്കെ ഹിന്ദു ആത്മീയ ആചാര്യന്മാർ ഏറെ മുന്നോട്ട് നടത്തിയിട്ടുണ്ട്.
ഇവിടെ ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭനും അയ്യങ്കാളിയും അടക്കമുള്ള ഒരുപാട് സാമൂഹിക നവോത്ഥാനം നടന്നിട്ടൊരു മണ്ണാണിത്. ആ മണ്ണിൽ ഒരുപാട് ഈ സമൂഹം മുന്നോട്ട് പോയിട്ടുണ്ട്. RSS ഇനി എത്ര പിടിച്ച് പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ചാലും ഈ സമൂഹം പുറകോട്ട് പോരില്ല. അത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഇനി എത്ര ശ്രമിച്ചാലും എന്തൊക്കെ ശ്രമിച്ചാലും കേരളം നേടിയിട്ടുള്ള, ഈ രാജ്യം നേടിയിട്ടുള്ള ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിന്ന്, ഈ നവോത്ഥാനത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിനെ പുറകോട്ട് പിടിച്ച് വലിക്കാൻ കഴിയില്ല. നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ആവതോളം ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ പിന്നെ തൂക്കത്തിനെ എതിർത്തവരാണെങ്കിൽ എന്ന് പറയുന്നു, തൂക്കത്തിന് എതിർത്തവരാണെങ്കിൽ, ഗുരുവായൂരിലെ ബ്രാഹ്മണ സദ്യയെ എതിർത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ മാർസ്നാനെ എതിർത്തവരാണെങ്കിൽ നമുക്കറിയാവുന്നതാണ്. ത്രൈവർണ്ണങ്ങളിൽപ്പെട്ടവർക്ക് മാത്രം വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് അതെല്ലാവർക്കും സ്വന്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹ്യ വിപ്ലവം നടത്തിയ ഇടമാണ്. മാറ്റേണ്ടത് മാറ്റിയും അംഗീകരിക്കേണ്ടതിനെ അംഗീകരിച്ചും തന്നെയാണ് നമ്മൾ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് സമൂഹത്തോട് വലിയ പ്രതീക്ഷയുമാണ് ഉള്ളത്.